ഇന്നത്തെ ഒരു ഉച്ചയൂണ് വീഡിയോ കണ്ടല്ലോ. അപ്പം ഞാൻ എന്നും ഉച്ചയൂണിന് പുളിശ്ശേരിയാണ് കേട്ടോ വെക്കുന്നത്. പുളിശ്ശേരി കണ്ട് കണ്ട് ഞാൻ തന്നെ മടുത്തുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു രസം ഉണ്ടാക്കാമെന്ന്. എനിക്ക് മുൻപ് രസം ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് വെക്കുക. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഒരു റെസിപ്പിയാണ്, രസത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. അങ്ങനെ രസമൊക്കെ ഉണ്ടാക്കി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ രസമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് ചീനി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേവിക്കാനായിട്ട് വെക്കാൻ. അങ്ങനെ ചീനിയൊക്കെ വേവിച്ചു. അതിന് ശേഷം ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മാധുവിന് ചോറ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു തോരനും കൂടി ഇട്ടാൽ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കൂടി അകത്ത് പോകുമല്ലോ. അങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ചീനി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബീഫ് കറി വെക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് ചട്ടിയിലാട്ടോ ബീഫ് കറി വെക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കടുക് പൊട്ടിച്ചു. സാധാരണ എല്ലാ ബീഫ് കറി വെക്കുന്നത് പോലെ സവാള, കൊച്ചുള്ളി, പച്ചമുളക് ഇത്രയും വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് എല്ലാ മസാലകളും കൂടി ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും ബീഫ് കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നല്ല ചൂട് ചോറ്, ക്യാരറ്റ് തോരൻ, ചീനി വേവിച്ചത്, ബീഫ് കറി, പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഞങ്ങളൊരു പിടി പിടിച്ചു. അപ്പം ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.